ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മാത്ത് ക്ലാസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മാത്സ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷനെ കുറിച്ചാണ് അല്ലേ. ഇവിടെ കണ്ടോ, ഒരു ഫ്രൂട്ടും അല്ലേ, ആപ്പിളും ഒരു നമ്പേഴ്സും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സമവാക്യമാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് ശരിക്കും ഇക്വേഷൻ? സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് ഈക്വൽ സൈൻ ഉണ്ടാവില്ലേ, അവിടെ ഒരു സമം ഉണ്ടാവും. അതായത് അതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. ഇവിടെ കൊടുത്തിട്ടുള്ളത് 7 = 5 + ആപ്പിൾ എന്നാണ്. അതായത് 5നോട് ഒരു ആപ്പിളും കൂടെ ചേർക്കുമ്പോൾ 7 കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി പെട്ടെന്ന് തന്നെ കിട്ടൂല്ലേ. ആപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7ൻ്റെ കൂടെ 5ൻ്റെ കൂടെ ആപ്പിളും കൂടെ ചേർക്കുമ്പോൾ 7 കിട്ടും. അപ്പോൾ 5ൻ്റെ കൂടെ 2 ചേർത്താലാണ് 5 കിട്ടുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആപ്പിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആണ് അല്ലേ. ഓക്കെ, യെസ്, ആപ്പിളിൻ്റെ വാല്യൂ ആണ് 2. അതായത് ഇത്രയേ ഉള്ളൂ. 7 = 5 + 2. ഓക്കെ ആണല്ലോ. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആപ്പിളിൻ്റെ വാല്യൂ കാണാൻ സിമ്പിളാണ് അല്ലേ. ശരിക്കും അതെങ്ങനെയാണ് കണ്ടേ? അതായത് ടോട്ടൽ 7 ആണ്. ആ 7ന്ന് ഈ ഒരു 5 പോയാൽ നമുക്ക് എന്ത് കിട്ടും? ആപ്പിളിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അതായത് 7 - 5 ചെയ്യുമ്പോൾ നമുക്ക് ആപ്പിൾ കിട്ടി അല്ലേ. ആപ്പിൾ 2 എന്ന് കിട്ടി. അപ്പോൾ ഈ ഒരു 5 ഇവിടെ ആപ്പിളിൻ്റെ കൂടെ പ്ലസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മുടെ ഈക്വേഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5നെ അപ്പുറത്തെ സൈഡിലേക്ക് പോയി അല്ലേ, ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ അവിടെ മൈനസ് ചെയ്യണം. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിളും കൂടെ നോക്കാം. ഇവിടെ നോക്കിക്കേ, 5ഉം 3യും കൂടെ ആഡ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് 5 + 3 ഇതൊരു ഇക്വേഷൻ ആണോ? ഇല്ല അല്ലേ. ജസ്റ്റ് ഒരു ഫോം മാത്രമേ തന്നിട്ടുള്ളൂ. 5 + 3 സം അല്ലേ. ഓക്കെ, യെസ്, 5 + 3 സം ഓഫ് എ നമ്പർ ആൻഡ് 3. താഴെ കൊടുത്തിട്ടുള്ള ഒരു സംഖ്യ 3ഉം കൂടെ കൂട്ടാൻ ഏതാ സംഖ്യ എന്ന് തന്നിട്ടില്ല അല്ലേ, ഏതാ നമ്പർ എന്ന് തന്നിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ഏതാ വില എന്ന് അറിയില്ല നമുക്ക്. അതുപോലെ ഏതാ നമ്പർ എന്ന് തന്നിട്ടില്ല, നമ്പറിന് ഏതാണെന്ന് അറിയാത്തതിനാൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? അതിന് എക്സ് എന്ന് കൊടുക്കുകയാണ്. ഒരു ആൽഫബറ്റ് കൊടുക്കുകയാണ്. x + 3. നോക്കിക്കേ, x + 3. അപ്പം നമുക്ക് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ആൻസർ വന്നാലോ? അപ്പോൾ നോക്കിക്കേ, if you add 3 to any number you get 8 അല്ലേ. ഒരു നമ്പറിനോട് 3 ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. ഏതാ നമ്പറും തന്നിട്ടില്ല, നമുക്ക് എക്സ് കൊടുക്കാം. എക്സിനോട് 3 ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. ഇപ്പോൾ അതൊരു ഇക്വേഷൻ ആയിട്ടുണ്ട് അല്ലേ. ഈക്വൽ സൈനുണ്ട്. ഏതോ ഒരു സംഖ്യനോട് 3 കൂട്ടിയപ്പോൾ 8 കിട്ടി. അപ്പോൾ ഇക്വേഷൻ ആയിട്ടുണ്ട്. ഇനി അത് സോൾവ് ചെയ്താലാണ് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുക അല്ലേ. അതിൻ്റെ സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് x + 3 = 8 ആണെങ്കിൽ എക്സ് കാണാൻ നമുക്ക് സിമ്പിളാണ്. ഈ രണ്ട് സൈഡും ഈക്വൽ ആവണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ 3 അവിടെ വേണ്ട. അപ്പോൾ 3നെ ഇവിടുന്ന് മൈനസ് ചെയ്തു, ഒഴിവാക്കിയപ്പോൾ ഈ സൈഡിലും നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇവിടെയും എന്ത് വേണം? 3നെ മൈനസ് ചെയ്യണം അല്ലേ. x + 3 അതിൽ ഇവിടെ -3 കൊടുത്തു, അപ്പോൾ ഇവിടെ 0 ആയിപ്പോയി അല്ലേ. അതേപോലെ ഈ സൈഡിലും -3 ചെയ്യണം. അപ്പോഴാണ് ഈക്വേഷൻ ബാലൻസ് ചെയ്യുക അല്ലേ. അപ്പോൾ 3 - 3 പോയി, അവിടെ പോയി. അപ്പോൾ എക്സ് മാത്രമായി. എക്സിൻ്റെ വാല്യൂ എന്താണ്? 8 - 3 ആണ്, 5. കണ്ടോ? അതായത് ട്രിക്ക് ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവത്തിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു എക്സിൻ്റെ കൂടെയുള്ള ഈ ഒരു സംഭവം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ മതി. പക്ഷെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ്? ഇവിടെ പ്ലസ്, ഈ ഒരു ഓപ്പറേറ്റർ പ്ലസ് ആയിരുന്നു അല്ലേ, അത് റൈറ്റ് സൈഡിൽ വരുമ്പോൾ മൈനസ് ആവും എന്നുള്ളത് ഓർക്കുക.
അപ്പോൾ അത് 4 എണ്ണം വരുന്നത് എങ്ങനെയാണെന്ന് മിസ് കാണിച്ചു തരാം. പ്ലസ് ആണ് ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നമ്പറിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് മൈനസ് ആവും നമ്മൾ പറഞ്ഞു അല്ലേ. അതേപോലെ ലെഫ്റ്റിൽ മൈനസ് ആണെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് ആയിട്ട് മാറും. അതേപോലെ ഇൻറ്റു ആണ് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ ഡിവിഷനായിട്ട് മാറും. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആണുള്ളതെങ്കിൽ അത് ഇൻറ്റു ആയിട്ട് അല്ലേ മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും. ഈ 4 സംഭവം നമുക്ക് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് എക്സിൻ്റെ വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നും കൂടെ മിസ് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കേ, when 2064 is added to a number, the result is 452. What is that number? ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ. 264ൻ്റെ കൂടെ ഒരു നമ്പർ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഏതാ നമ്പറെന്ന് തന്നിട്ടില്ല, അപ്പോൾ എക്സ് കൊടുത്തു. റിസൾട്ട് തന്നിട്ടുണ്ട് 452 അല്ലേ. അപ്പോൾ ആ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സിൻ്റെ വാല്യൂ കാണണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കാണാൻ നമ്മൾ എന്ത് ചെയ്ത് എക്സ് ടേമിനെ നമ്മൾ വൺ സൈഡിൽ വെക്കുക, ബാക്കിയുള്ളവരൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അതായത് ബാക്കിയുള്ള ആളെന്ന് പറഞ്ഞാൽ 264 ആണ്. അതിനെ ഓൾറെഡി ഇവിടെ റൈറ്റ് സൈഡിൽ 452 ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് 264നെ കൊണ്ടുവരാം. പക്ഷേ ഇവിടെ പ്ലസ് ആയിരുന്നു അല്ലേ, അതിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ എന്തായി, മൈനസ് ആയിട്ട് മാറുകയാണ്. കണ്ടോ, എക്സിൻ്റെ വാല്യൂ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ എക്സിൻ്റെ വാല്യൂ കിട്ടും. 264 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സിൻ്റെ വാല്യൂ കിട്ടുകയാണ്. ക്ലിയർ ആണോ? 188 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്.